പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 106 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യേഹാദ്, ഹീബ്രുവിൽ 1 എന്നർത്ഥം. ഈ ഒരു പദം ബൈബിളിൽ ഒത്തിരി പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ മോണോതെയിസം, ഏക ദൈവം എന്ന ആശയം, അത് ഉറപ്പിച്ചു പറയാനായി ബൈബിൾ ഉപയോഗിക്കുന്ന പദമാണ് യേഹാദ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഷ്മാ ഇസ്രായേൽ അദോനായ് എലോഹേനു അദോനായ് യേഹാദ്. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു ദൈവമാണ്. പ്രിയ സുഹൃത്തുക്കളെ, ഈ യേഹാദിനെ നമ്മൾ ഏക ദൈവ വിശ്വാസത്തിനു വേണ്ടി ഈ ഏഹാദ പ്രയോഗം നടക്കുന്നത് നിയമാവർത്തന പുസ്തകം 6:4 നമ്മൾ വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇതാണ് യഹൂദര് എല്ലാ ദിവസവും ഷ്മാ പ്രാർത്ഥനയായി പലവട്ടം ഉരുവിടുന്നത്. ഷ്മാ ഇസ്രായേൽ അദോനായ് എലോഹേനു അദോനായ് യേഹാദ്. ഇത് ഏക ദൈവ വിശ്വാസ പ്രഖ്യാപനമാണ്. പക്ഷേ ഈ ഏക ദൈവ വിശ്വാസ പ്രഖ്യാപനത്തിന് മനുഷ്യൻ്റെ പ്രായോഗിക ജീവിതത്തോട് ബന്ധമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവർ ഒരു ശരീരമായി തീരും. ബസാർ യേഹാദ്, ഒരു ശരീരം. അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അത് എക്സ്ക്ലൂസീവാണ് എന്ന്. അവിടെ മറ്റൊരാളില്ല. ഏക ഭാര്യ, ഏക ഭർത്താവ്, മോണോഗമി. കണ്ടോ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഏകദൈവ വിശ്വാസത്തോട് ബന്ധപ്പെട്ടതാണ് ഉൽപ്പത്തി 24 നമ്മൾ കാണുന്ന ആ ഒരു ഏക ഭാര്യാത്വം, ഏക ഭർത്തൃത്വം. ഇതിനോട് ചേർന്ന് നമ്മൾ മലാക്കിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ വളരെ രസകരമായ ഒരു പ്രയോഗമുണ്ട്. ലോ യഹാദസ എന്നാണ് പറയുന്നത്. ലോ യഹാദസ. കണ്ടോ? ഒന്നായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ഒന്നായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. ആ ഭാഗത്തിൻ്റെ പരിഭാഷ പല ബൈബിളിലും പല രീതിയിലാണ് കൊടുത്തിരിക്കുക. കാരണം അതിൻ്റെ ഹീബ്രു ടെക്സ്റ്റ്, തുടർന്നുള്ള ടെക്സ്റ്റ് ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ ഹീബ്രു ടെക്സ്റ്റ് തന്നെയാണ് പറയുന്നത്. ലോ യഹാദസ. അവിടുന്ന് നിങ്ങളെന്ന് അവിടെ ഇല്ല, പക്ഷേ അണ്ടർസ്റ്റുഡാണ്. കാരണം തുടർന്ന് വരുന്നത് ഭാര്യ ഭർത്താക്കന്മാരെക്കുറിച്ചും അവർക്ക് ദൈവഭക്തരായ സന്തതികൾ ഉണ്ടാകുന്നതിനെക്കുറിച്ചൊക്കെയാണ്. ഭാര്യയോട് കാണിക്കേണ്ട വിശ്വസ്തതയെക്കുറിച്ചാണ് മലാക്കി 2:15 പറഞ്ഞു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏകദൈവ വിശ്വാസത്തിൻ്റെ മറുപുറമാണ് ഏക ഭാര്യാത്വം, ഏക ഭർത്തൃത്വം. ഇത് പറയുമ്പോൾ ത്രിയേക ദൈവവിശ്വാസത്തിൻ്റെ അതിസുന്ദരമായ ദൈവം ഒന്ന്, പക്ഷേ ആ ദൈവത്തിൽ 3 ആളുകൾ. വിവാഹത്തിൽ അവരൊന്നാണ്, പക്ഷേ അവർ 2 ആളുകളാണ്. കണ്ടോ? വിവാഹത്തിൽ നമ്മൾ പറയുന്ന ഒന്നാണ് എന്ന് പറയുന്നതിന് കണക്ക് സഹായിക്കില്ല അത് വിശദീകരിക്കാൻ. നമുക്കറിയാവുന്ന ഗണിതശാസ്ത്രമൊന്നും അവിടെ പോരാതെ വരും. അവിടെ തീർച്ചയായും സഹായമായിട്ടെത്തുന്നത് ത്രിയേക ദൈവ വിശ്വാസമാണ്. ത്രിയേക ദൈവ വിശ്വാസം തന്നെയാണ്.
പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പക്ഷേ ഏക ദൈവം. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, പക്ഷേ അവർ ഒന്നാണ്. ഈ ഏകദൈവ വിശ്വാസത്തിൻ്റെ പ്രായോഗിക തലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ വളരെ ശക്തമായി പ്രതിഫലിക്കട്ടെ. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. വചനപദസാരം തിരുവചനപദസാരം തിരുവചനപദസാരം